ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഇന്ന ദിവസം ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ പത്രോസിനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? ചോദ്യം 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയാണ്. 3ാമത്തെ തവണ പത്രോസ് ഇപ്രകാരമാണ് ഉത്തരം പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 17 വാക്യം. കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. നോക്കി പത്രോസ് പറയുന്നത്, കർത്താവ് നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. പത്രോസ് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്ഥാപിക്കാനായിട്ടല്ല ശ്രമിക്കുക. പത്രോസ് ഇങ്ങനെ പറയുക, എൻ്റെ സ്നേഹം നിനക്കറിയാമല്ലോ, ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. ആത്മാർത്ഥതയിൽ നിന്നാണ് പത്രോസിൻ്റെ ഈ വചനം കടന്നു വരിക. ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദര സഹോദരി, ഒന്ന് ജീവിതത്തിലേക്ക് നോക്കാവോ? ആത്മാർത്ഥമായിട്ട് നീ എത്രത്തോളം നിൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്? എത്രത്തോളം സ്നേഹത്തിൻ്റെ ആഴം നിനക്ക് ഒപ്പിയെടുക്കാൻ പറ്റും? നിന്നോട് ഇന്ന് ഈശോ ചോദിക്കുക, മോനെ മോളെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ കർത്താവേ എന്ന് എത്ര ചങ്കൂറ്റത്തോടു കൂടി നിനക്ക് പറയാൻ സാധിക്കും? ക്രിസ്തുവിനോടുള്ള സ്നേഹം ആഴപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ആഴമായിട്ട് സ്നേഹിക്കാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണമേ. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും അനുഗ്രഹങ്ങളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട